ഹായ്. ഇപ്പം ഇന്നിവിടെ ബുധനാഴ്ച കേട്ടോ. അപ്പം അവിടെ ബുധനാഴ്ചയാണ്, വ്യത്യാസമൊന്നുമില്ല. വേറെ സ്ഥലങ്ങൾ എനിക്കൊന്ന് പുറത്തോട്ടൊക്കെ കാനഡയിൽ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ദിവസങ്ങൾ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ഞങ്ങൾ ഇവിടുത്തെ വേസ്റ്റ് എടുക്കാണ്ട് ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിയത്, കാണിച്ചു തരാം കേട്ടോ. ഇപ്പം രാവിലെ വേസ്റ്റ് ബക്കറ്റൊക്കെ ഇങ്ങോട്ട് നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഇവർ വന്നെടുത്തിട്ട് പോയിട്ടില്ല. അത് ഞങ്ങളുടെ സാധാരണ ഓരോ ദിവസം ഓൾട്ടർനേറ്റ് കേട്ടോ. കിച്ചൺ വേസ്റ്റും ഉണ്ടാവും, അതിനോട് ഒരു ദിവസം പച്ച പുല്ലാണെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ഗാർഡൻ്റെ ഒക്കെ വേസ്റ്റ് ആയിരിക്കും. അടുത്ത ബുധനാഴ്ച ആണെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ അങ്ങനെ. എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചോ മറന്നു പോകാമെന്ന് അറിയാൻ വേണ്ടി നോക്കി. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരത് വന്ന് എടുത്തിട്ട് പോട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ അവരെടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അവിടെ വന്ന് അവർ വേസ്റ്റ് എടുത്തോട്ട് പോയി കേട്ടോ. അതാ ചപ്പിൻ്റെ വന്ന് അവർ കൊണ്ടുപോയി. ചൂടാകാതെ മുമ്പ് ചെറിയൊരു പണിക്ക് ഇറങ്ങിയേക്കാന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെടി മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളെ അബുദാബിയിലായിരുന്നപ്പോൾ സെയിം ചെടി നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവൻ നമ്മുടെ സിയോക്കുട്ടൻ ഉണ്ടായപ്പോൾ നമ്മളത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആ ചെടി പെടന്ന് വലുതായിരുന്നു. അവൻ്റെ ഒപ്പം വളരണം എന്നും പറഞ്ഞൊരു തന്നൊരു ചെടിയായിരുന്നു കേട്ടോ. അത് പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, ഞങ്ങൾക്ക് അവിടെ തന്നെ വെക്കേണ്ടി വന്നേ. അപ്പം എന്നപ്പം വിചാരിച്ചു വന്നപ്പോൾ ഒരു ചെടി അതുപോലത്തെ തന്നെ ഒരു ചെടി കൂടെ മേടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നട്ട് വെക്കണം. അപ്പം നട്ടിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ അതൊരിച്ചിരി വലിയ ചെടിയായതുകൊണ്ട് ഇതിനകത്താണ് നടന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞങ്ങളത് നട്ടപ്പം വലുതായിട്ട് വന്നായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് മണ്ണ് നിറയ്ക്കാൻ പോവാണേ. സത്യത്തിൽ ഇതിനകത്ത് എനിക്ക് കുറച്ച് ചകിരിയൊക്കെ വെച്ചിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ചകിരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കല്ല് പിള്ളേർ വാങ്ങി കല്ലങ്ങ് താഴത്തേക്ക് ഇടാന്ന് വിചാരിച്ചില്ല. വലിയ മണ്ണിടാൻ പറ്റില്ല. പക്ഷേ കല്ലിട്ട് കൊടുത്തിട്ട് ബാക്കി മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്കാണ് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഈ പോകല്ലെല്ലാം താഴെ പോകും. നൈറ്റ് കഴിഞ്ഞുള്ള പരിപാടിയാണ്. ഇപ്പം ചെടിയൊക്കെ ഇങ്ങനെയാണോ നടന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ അറിയത്തില്ല. പണ്ടൊക്കെ നമ്മൾ നട്ട് ഇട്ടിരിക്കുന്ന ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പറഞ്ഞ പോലെ ഇൻഡോർ ചെടി ഇങ്ങനെ തന്നെയാണോ നടന്നതെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം അറിയാവുന്ന പോലെയൊക്കെ അങ്ങ് നട്ട് വയ്ക്കുക. നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വളമിട്ട് കൊടുത്തല്ലേ അറിയത്തുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചെടിയൊന്ന് ചെടിയൊക്കെ പറയുമ്പോൾ ചെടിയടക്കം പറഞ്ഞു വരുമെന്ന് വെള്ളവടക്കം ഒന്ന് കൊത്തി കൊടുക്കേണ്ടി വരും. പറഞ്ഞു വന്ന് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ആ നട്ട് വെക്കാം. അങ്ങനെ രണ്ടെണ്ണം ഒരെണ്ണം അതിനകത്തേക്ക് ആക്കി കേട്ടോ. കുഞ്ഞ് നോക്കട്ടെ എങ്ങനെയാവും. ഈ കുറച്ച് വെള്ളാരം കല്ലും കൂടെ ഇവിടെ കിടക്കുന്ന കുറച്ച് കല്ലുണ്ട്. അതും കൂടി ഇതിൻ്റെ കല്ലിൻ്റെ ചൂട്ടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ചും കൂടെ വേണം തോന്നുന്നല്ലേ. ഇങ്ങനെ നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റായി. അടുത്തത് കല്ലുണ്ടാവില്ല. കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് അങ്ങനെ അതും വെച്ചു. ഇനി കുറച്ച് നേരം ഞാൻ ഇരിക്കുന്നത് പുറത്തിരിക്കട്ടെ അല്ലേ. കുറച്ച് നേരം പുറത്തിരുന്നിട്ട് അതിനി അത് പുറത്തിരുന്നിട്ടൊന്ന് പിടിച്ച് വരട്ടെ. എന്നാൽ ജസ്റ്റ് ഒന്ന് വേറെ ആക്കി കഴിഞ്ഞിട്ടുള്ളൂ വയ്ക്കാൻ തോന്നുന്നു. അപ്പോൾ ശരി, ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ കിടക്കണം ഉറങ്ങാൻ വേണ്ടി പോവാണ്. കുളിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.